ഹായ്, അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് കഥ ആരംഭിക്കുന്നത്. ആൻഡ്രൂ എന്നു പേരുള്ള ഒരു പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. ആൻഡ്രൂ എന്നൊരു സ്കൂൾ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അവന്റെ അമ്മയും കൂടെയുണ്ട്. പാർട്ടിയിലെ അവതാരകയായി എത്തിയ പെണ്ണിനോട് അവനൊരു പ്രണയതാൽപര്യം തോന്നി. ബെല്ല എന്നായിരുന്നു അവരുടെ പേര്. പിന്നാലെ ആൻഡ്രൂ തന്റെ അമ്മയായ ലിസയുടെ അടുത്തെത്തി. തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. പുറത്തെത്തിയപ്പോ ലിസയോട് ആൻഡ്രൂ കാര്യം പറഞ്ഞു. അവതാരികയായ ബെല്ലയുണ്ടല്ലോ, അവളെ കണ്ടപ്പോ എനിക്ക് അവളോടൊരു ഇഷ്ടം തോന്നി. ഞാൻ അവളെ നോക്കിയപ്പോ അവളും തിരികെ എന്നെ നോക്കുന്നൊക്കെയുണ്ട്. എന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചാലോ? തന്റെ മകനെ വേദനിപ്പിക്കണം എന്ന് ലിസയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഏജ് ഡിഫറൻസിന്റെ കാര്യമൊക്കെ ലിസ ഒന്ന് സൂചിപ്പിച്ചതുകൂടിയാണ്. എന്നാലും ആൻഡ്രൂവിന് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും നീ അവളെ ഡേറ്റിന് പോവാൻ ക്ഷണിച്ചു നോക്ക് എന്ന തരത്തിൽ പറഞ്ഞ ലിസ അവിടെ നിന്ന് പോന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോ ബെല്ലയ്ക്കടുത്തേക്ക് ചെന്ന ആൻഡ്രൂ അവളെ ഡേറ്റിന് ക്ഷണിച്ചു. വളരെ മാന്യമായ അവന്റെ പെരുമാറ്റവും അവന്റെ ആ ക്ഷണവുമൊക്കെ ബെല്ലയെ ഇംപ്രസ് ചെയ്യിച്ചിരുന്നു. എന്നാലും ഏജ് ഗ്യാപ്പിന്റെ വിവരം പറഞ്ഞ് അവൾ അതിൽ നിന്ന് പിന്മാറി. അന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അവനേറെ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. അവന്റെ അമ്മ ലിസ അവനടുത്ത് വന്നിരുന്ന് അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ 10 വർഷക്കാലം കടന്നുപോയി. ആൻഡ്രൂ ഇപ്പോൾ 22 വയസ്സുള്ള ഒരു പയ്യനാണ്. തന്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് അവൻ തിരികെ എത്തിയിരിക്കുകയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം അവൻ സന്തോഷത്തോടെ പാർട്ടി ചെയ്തു. കൂട്ടത്തിൽ അവന്റെ ഗേൾഫ്രണ്ടായ മായയും ഉണ്ടായിരുന്നു. മായയ്ക്കൊപ്പം അന്ന് ഒരുപാട് സമയം ആൻഡ്രൂ ചിലവഴിക്കുന്നുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും മായയെ അവൻ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. കാരണം മായ ബാഴ്സലോണയിലേക്ക് സ്കോളർഷിപ്പോടുകൂടി എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് ആയി പോവുകയാണ്. അവിടെയായിരിക്കും അവളിനി തുടർന്ന് പഠിക്കുന്നത്. ആൻഡ്രൂ വീട്ടിലെത്തി. വീട്ടിൽ അമ്മയും അവന്റെ രണ്ടാനച്ഛനും സഹോദരൻ ഡേവിഡുമാണുള്ളത്. അന്ന് ഭക്ഷണം കഴിക്കുമ്പോ അമ്മ അവന്റെ സഹോദരൻ ഡേവിഡിനെ ഒരു ബാർ മിത്സ്വാക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അതൊരു ജൂയിഷ് ആചാരമാണ്. ജൂതവിശ്വാസപ്രകാരം കുട്ടികൾ പ്രായപൂർത്തിയായി കഴിയുന്നതുവരെ മാതാപിതാക്കൾക്കാണ് അവരുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഉള്ളത്. അവരുടെ തെറ്റുകുറ്റങ്ങളും മാതാപിതാക്കൾക്കായിരിക്കും വന്നു ചേരുക. പ്രായപൂർത്തിയാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങ് നടത്തും. ഇനി അവരുടെ പാപങ്ങളും നന്മകളും എല്ലാം അവർക്ക് തന്നെയായിരിക്കും കിട്ടുക. അങ്ങനെ ഒരു ചടങ്ങിലേക്ക് ഡേവിഡിനെയും കൊണ്ട് ആൻഡ്രൂ വന്ന് പോവുകയാണ്. അവിടെ എത്തിയപ്പോ അന്നത്തെ ബർത്ത്ഡേ ഗേളിന്റെ, അതായത് ആ ചടങ്ങിന് സാക്ഷിയാകുന്ന പെൺകുട്ടിയുടെ ചേച്ചിയായ മേസി ആൻഡ്രൂ നേരിട്ട് കണ്ടു. ആൻഡ്രൂവും മേസിയും നേരത്തെ ഒന്നിച്ചു പഠിച്ചവരായിരുന്നു. ആ സമയം അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ അവിടുണ്ടായിരുന്ന ഡൊമിനോ എന്ന സ്ത്രീയെപ്പറ്റിയും അവരുടെ ഓട്ടിസമുള്ള മകളായ ലോലയെപ്പറ്റിയും മേസി സംസാരിക്കുന്നുണ്ട്. ഡൊമിനോ വളരെ ചെറുപ്രായത്തിലെ ഗർഭിണിയായത്രേ. പിന്നീടാണ് അവൾക്ക് ലോല ജനിക്കുന്നത്. സമൂഹത്തിൽ മുഴുവൻ ഡൊമിനോയെപ്പറ്റി മോശം രീതിയിൽ അപവാദങ്ങൾ ഉണ്ടായിരുന്നു. അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പാർട്ടിക്കിടയിൽ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. ഡാൻസ് ഫ്ലോർ എംപ്റ്റിയായി കിടക്കുകയാണ്. കുട്ടികളോട് ചെന്നവൻ കാര്യം ചോദിച്ചു. മ്യൂസിക് കൊള്ളില്ലെന്നും മ്യൂസിക് മാറിയാൽ തങ്ങൾ ഡാൻസ് ഫ്ലോറിൽ ജോയിൻ ചെയ്തോളാം എന്നായിരുന്നു അവർ അറിയിച്ചത്. പിന്നെ ഒട്ടും മടിച്ചില്ല. അവിടുത്തെ പാർട്ടി ഹോസ്റ്റിന്റെ സ്ഥാനം ആൻഡ്രൂ സ്വമേധയങ്ങ് ഏറ്റെടുത്തു. പിന്നെ ഓരോരുത്തരെയായി ഡാൻസ് ഫ്ലോറിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കാനും മ്യൂസിക് വെക്കാനും ഒക്കെ ആരംഭിച്ചു. ആൻഡ്രൂവിന്റെ അവതരണം ഏറെ മികച്ചതായിരുന്നു. എല്ലാവരെയും ഡാൻസ് ഫ്ലോറിൽ എത്തിക്കാൻ ആൻഡ്രൂവിന് സാധിക്കുകയാണ്. ആകെ ഡാൻസ് ഫ്ലോറിലേക്ക് വരാതിരുന്നത് ഡൊമിനോയും മകൾ ലോലയും മാത്രമായിരുന്നു. ആൻഡ്രൂ അവരുടെ അടുത്തും എത്തി സംസാരിച്ചു. ഡൊമിനോ പറഞ്ഞത് തനിക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലെന്നായിരുന്നു. പക്ഷെ ഒരു തവണ ജോയിൻ ചെയ്താലല്ലേ അത് എൻജോയബിൾ ആണോ അല്ലയോ എന്നറിയൂ. ഒന്ന് വന്ന് ജോയിൻ ചെയ്യൂ, എന്നിട്ട് നോക്കൂ എന്നായിരുന്നു ആൻഡ്രൂ പറഞ്ഞത്. ലോല വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് സംസാരിക്കാമെന്നും അവളെ കൺവിൻസ് ചെയ്തോളാം എന്നും ഡൊമിനോയോട് ആൻഡ്രൂ അറിയിച്ചു. ആർക്കും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നായിരുന്നു ഡൊമിനോ പറഞ്ഞത്. പക്ഷേ ആൻഡ്രൂ ലോലയോട് സംസാരിച്ചു. കുറച്ചു നേരത്തെ സംസാരത്തിൽ ഡാൻസ് ഫ്ലോറിലേക്ക് എത്താൻ ലോലയും സമ്മതിച്ചു. അതിശയത്തോടെയായിരുന്നു ഡൊമിനോ അത് നോക്കിക്കണ്ടത്. അങ്ങനെ അന്നത്തെ പാർട്ടി അതിഗംഭീരമായിട്ട് നടന്നു. ആൻഡ്രൂവിന്റെ അവതരണവും ഹോസ്റ്റായുള്ള പെരുമാറ്റവുമൊക്കെ അവിടെ കൂടിയ മറ്റമ്മമാർക്കും മറ്റുള്ളവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ ആൻഡ്രൂവിനടുത്തെത്തി സംസാരിച്ചു. ഇനി ഇതുപോലെ ചടങ്ങുകൾ വരുമ്പോൾ ആൻഡ്രൂവിനെ ഹോസ്റ്റായി ക്ഷണിച്ചാൽ ആൻഡ്രൂ വന്ന് ഹോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെ ആൻഡ്രൂ ഓക്കെ പറഞ്ഞു. പഠിച്ചിറങ്ങിയെങ്കിലും അവന് നല്ലൊരു ജോലിയൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേസമയം മറുവശത്ത് ലോലയുമായി വീട്ടിലെത്തിയ ഡൊമിനോ സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ആൻഡ്രൂ അവളെ കൺവിൻസ് ചെയ്ത് സ്റ്റേജിലെത്തിച്ചത് എന്ന് ഡൊമിനോ ചോദിച്ചപ്പോൾ ലോല പറഞ്ഞു, ആൻഡ്രൂ എന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ട്രീറ്റ് ചെയ്തില്ല. എന്നെ ബഹുമാനിച്ച് എനിക്ക് സ്പേസ് നൽകിയ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഡൊമിനോക്ക് ഒരുപാട് സന്തോഷം തോന്നി. ലോലയ്ക്ക് പറ്റിയൊരു ബേബി സിറ്ററായി അവർ ആൻഡ്രൂവിനെ ആലോചിച്ചു. പിന്നാലെ ആൻഡ്രൂ പാർട്ടി ഹോസ്റ്റ് ആവാൻ വേണ്ടിയുള്ള ഒരു ഗിഗൊക്കെ തയ്യാറാക്കി. പക്ഷെ എന്തുകൊണ്ടോ അതിലവന് വലിയ തൃപ്തി തോന്നിയില്ല. അവന്റെ അമ്മയടക്കം പറഞ്ഞു, അത് നന്നായിട്ടുണ്ട്, നീ വിചാരിക്കും പോലൊന്നുമല്ല. അവരുടെ സംസാരത്തിൽ ഒരു കാര്യം കൂടി തെളിഞ്ഞു വന്നു.
ആൻഡ്രുവിന്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും അവിടെ കുറെ വർക്ക് ചെയ്ത് കുറച്ചധികം പണമുണ്ടാക്കുക എന്നതാണ്. എന്നിട്ട് ബാഴ്സലോണയിലേക്ക് തന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം. വീട്ടിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാൻ അവൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നു. നീ സന്തോഷത്തോടെ ജീവിക്കണം എന്നേ എനിക്കുള്ളൂ. പക്ഷേ ഗേൾഫ്രണ്ടിനെ മാത്രം മുമ്പേ കണ്ട് അങ്ങനൊരു തീരുമാനമെടുക്കുന്ന തൊട്ടും ഉചിതമല്ല എന്നമ്മ അവനെ ഉപദേശിച്ചു. അങ്ങനൊന്നുമല്ല, എനിക്കെപ്പോഴും ബാഴ്സലോണയിൽ ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് ആൻഡ്രു മറുപടി കൊടുത്തു. അധികം വൈകാതെ മറ്റൊരു ബാർമിറ്റ്സ പരിപാടിയിൽ വെച്ച് ആൻഡ്രു ഹോസ്റ്റായിട്ടെത്തി. അവിടെ ഡൊമിനോയും ലോലയും ഉണ്ടായിരുന്നു. പതിവിനു വിപരീതമായി ആദ്യമേ തന്നെ അവർ ഡാൻസ് ഫ്ലോറിൽ കയറി. പക്ഷേ ഇതിനിടയിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നെങ്കിലും ഹോസ്റ്റ് കൂടിയായ ആൻഡ്രു വിദഗ്ധമായി അതൊക്കെ മാനേജ് ചെയ്തു. പക്ഷേ പരിപാടി ഗംഭീരമായി പോകുമ്പോഴാണ് ഒരു കുഴപ്പമുണ്ടാകുന്നത്. ലോലയ്ക്കടുത്തെത്തി കുറച്ചു പയ്യന്മാർ അവളെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. ആൻഡ്രു അത് നോക്കിക്കണ്ടു. അങ്ങോട്ടേക്കെത്തിയ ആൻഡ്രു അവനിട്ടൊരു പഞ്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നെ പറയണ്ടല്ലോ, ആൻഡ്രു ഭീഷണിപ്പെടുത്തിയ ആ പയ്യന്റെ അച്ഛനടക്കം അങ്ങോട്ടേക്ക് വന്നു. അതവിടെ ഒരു പ്രശ്നമായി. ഒടുവിൽ അന്നത്തെ അവതാരക സ്ഥാനത്ത് നിന്ന് ആൻഡ്രുവിനെ പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആൻഡ്രു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ലോലയെ കണ്ടു. എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ആൻഡ്രു തിരക്കി. അമ്മ പെട്ടെന്ന് അപ്രത്യക്ഷയായി. കാണുന്നില്ല, ബാത്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞതാ എന്നായിരുന്നു ലോലയുടെ മറുപടി. ആൻഡ്രു അങ്ങനെ വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കി. ലേഡീസ് ബാത്റൂമിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അവിടെ പുറത്തുനിന്ന് അകത്തുണ്ടായിരുന്ന ഡൊമിനോയോട് ആൻഡ്രു കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചു. തനിക്ക് പീരീഡ്സ് ആയെന്നും തന്റെ കയ്യിൽ പാഡ്സ് ഒന്നുമില്ലെന്നും സഹായിക്കാമോ എന്നും ഡൊമിനോ ആൻഡ്രുവിനോട് ചോദിച്ചു. ആൻഡ്രു ആദ്യമേ പുറത്തുണ്ടായിരുന്ന കുറെ ടിഷ്യൂസ് എടുത്തു കൊടുത്തു. പക്ഷേ അതിനിടയിൽ അബദ്ധത്തിൽ ഡൊമിനോ ഇരുന്ന ടോയ്ലറ്റ് വാതിൽ ആൻഡ്രു തുറന്നു. അകത്ത് കരഞ്ഞ് രക്തത്തിൽ ഒരുപാട് കുളിച്ചിരിക്കുന്ന ഡൊമിനോയായിരുന്നു ആൻഡ്രു കണ്ടത്. പിന്നാലെ ആൻഡ്രു അവളുടെ വസ്ത്രമടക്കം മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹോദരൻ ഡേവിഡിനൊപ്പം ശ്രമിച്ച് ഡൊമിനോയ്ക്കായി പുതിയ വസ്ത്രം കണ്ടുപിടിച്ചു. അതടക്കം കൈമാറി. ഒടുവിൽ ക്ലീൻ ചെയ്ത് അവൾ പുറത്തേക്ക് വരികയാണ്. ഒരുപാട് രക്തം പോയതല്ലേ, ആശുപത്രിയിൽ പോയാലോ എന്ന് ആൻഡ്രു ചോദിച്ചെങ്കിലും വേണ്ട, വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു ഡൊമിനോയുടെ മറുപടി. അന്ന് ലോലയെയും ഡൊമിനോയെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ആൻഡ്രു തയ്യാറായി. അവരങ്ങനെ ഡൊമിനോയുടെ വീട്ടിലെത്തി. ലോലയെ മുറിയിലേക്ക് വിട്ട് ഡൊമിനോക്ക് പിന്നാലെ ആൻഡ്രു ചെന്നു. തൽക്കാലത്തേക്ക് ലോലയ്ക്കൊന്ന് കമ്പനി കൊടുക്കാമോ, താൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ഡൊമിനോ തന്റെ ടോയ്ലറ്റിലേക്ക് കയറി. ആൻഡ്രു ലോലയ്ക്കടുത്തേക്ക് പോന്നു. ബാത്റൂമിൽ കയറിയ ഡൊമിനോ ആകട്ടെ വല്ലാതെ കരയുകയായിരുന്നു ചെയ്തത്. ആൻഡ്രുവിനെ തന്റെ ബെഡ്റൂമിലേക്ക് കടക്കാൻ ലോല സമ്മതിച്ചു. പക്ഷെ ഉറങ്ങാൻ നേരം ലോലയ്ക്ക് അവളുടെ അമ്മ പുറത്ത് ചെറുതായി ഇങ്ങനെ മാന്തി കൊടുക്കാറുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ. അത് ചെയ്യാൻ അവൾ ആൻഡ്രുവിനെ സമ്മതിച്ചില്ല. ആൻഡ്രുവിനെ എന്നല്ല മറ്റാരെ കൊണ്ടും അവൾ അത് അന്നേ വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡൊമിനോക്ക് മാത്രമാണ് അതിനവൾ അനുവാദം കൊടുത്തിരുന്നത്. അധികം വൈകാതെ കുളിച്ച് വൃത്തിയായി ഡൊമിനോ പുറത്തേക്ക് വന്നു. പുറത്തെത്തിയപ്പോ ആൻഡ്രുവുമായി അവൾ സംസാരിച്ചു. സംസാരിക്കുന്ന കൂട്ടത്തിൽ താനിപ്പോൾ എൻഗേജ്ഡ് ആണെന്നും തന്റെ പ്രതിശ്രുതവരൻ ജോസഫ് ഒരു ലോയറാണ്, ഇപ്പോ ചിക്കാഗോയിലെ വർക്ക് ചെയ്യുന്നത് എന്നും ഡൊമിനോ ആൻഡ്രുവിനോട് പറഞ്ഞു. ലോലയുടെ അച്ഛൻ പണ്ടേ തങ്ങളെ വിട്ട് പോയതാണെന്നും ഇത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റാണ് എന്നും ഡൊമിനോ വ്യക്തമാക്കുന്നുണ്ട്. പിന്നാലെ സംസാരിച്ചപ്പോ ഒരു സത്യം കൂടി അവർ വെളിപ്പെടുത്തി. യാഥാർത്ഥ്യത്തിൽ ഡൊമിനോക്ക് പീരീഡ്സ് ആയതൊന്നുമായിരുന്നില്ല. അവൾക്കൊരു ഗർഭഛിദ്രം സംഭവിച്ചിരുന്നു. അതിന്റെ പിന്തുടർച്ചയായി വന്ന ബ്ലഡായിരുന്നു അവിടെ വെച്ച് അവളുടെ വയറ് വല്ലാതെ വേദനിപ്പിച്ച് അത്തരത്തിൽ പുറത്തേക്ക് വന്നത്. ആരോടും അതിനെപ്പറ്റി പറയരുത് എന്ന് ഡൊമിനോ പറഞ്ഞപ്പോ താൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് ആൻഡ്രു അവൾക്ക് ഉറപ്പ് കൊടുത്തു. എന്ത് സഹായം ഉണ്ടെങ്കിലും അറിയിച്ചാൽ മതി, ഞാനുണ്ടാകും എന്ന തരത്തിൽ ആൻഡ്രു ആ സമയം അവളോട് പറഞ്ഞു. ഇനി ലോലയ്ക്ക് ബേബി സിറ്റ് ചെയ്യണമെങ്കിലും എനിക്കതിന് ഓക്കെയാണ് ട്ടോ എന്നും ആൻഡ്രു പറയുന്നുണ്ട്. താൻ ആൻഡ്രുവിനോട് ചോദിക്കാനിരുന്ന കാര്യമാണ് ആൻഡ്രു ഇങ്ങോട്ടേക്ക് പറഞ്ഞത്. ഡൊമിനോക്ക് വലിയ സന്തോഷം തോന്നി. ഡൊമിനോ പിന്നാലെ അവനെ ചുംബിക്കാൻ വേണ്ടി വന്നു. അവനോടൊന്നിച്ച് അന്ന് രാത്രി ചിലവഴിക്കാൻ പാകത്തിനായിരുന്നു അവർ കടന്നു വന്നത്. പക്ഷേ ആൻഡ്രു അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, പാടില്ല, ഇതിപ്പോ ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നുന്നതാണ്, അതത്ര ശരിയായ ഒരു നടപടിയല്ല. അടുത്ത ദിവസം ആൻഡ്രു തന്റെ പാർട്ട് ടൈം ജോലിക്ക് പോയി. ആൻഡ്രു പിന്നാലെ തന്റെ ഫോൺ എടുത്ത് തന്റെ ഗേൾഫ്രണ്ടിന്റെ പ്രൊഫൈല് നോക്കി. ഒരാൾക്കൊപ്പം അവൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ്രുവിനെന്തോ വല്ലായ്മ തോന്നി. അവൾ തന്നെ ചതിക്കുന്നുണ്ടായിരിക്കുമോ എന്ന തരത്തിലായിരുന്നു അവൻ ചിന്തിച്ചത്. അയാൾക്കൊപ്പം അവൾ തുടർച്ചയായി ഫോട്ടോസ് ഇടുന്നുണ്ട്. അടുത്തൊരു ദിവസം ഡേവിഡ് ആൻഡ്രുവുമായി സംസാരിച്ചു. ഡേവിഡ് അവന്റെ ഗേൾഫ്രണ്ട് മാർഗരറ്റിനെ ചുംബിക്കാൻ കുറച്ചു നാളുകളായി ആഗ്രഹിക്കുകയും പദ്ധതി വിഭാവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയായിരുന്നു ആദ്യ ചുംബനം, എങ്ങനെ ചുംബിക്കേണ്ടത് എന്നൊക്കെ അറിയുന്നതിനാണ് ആൻഡ്രുവിനോട് അവൻ സംസാരിക്കുന്നത്. ആൻഡ്രു പക്ഷെ അവന്റെ ചുംബനത്തെപ്പറ്റി ദീർഘമായി വിശദീകരിച്ചൊന്നും കൊടുത്തില്ല. പക്ഷെ അവന്റെ ഗേൾഫ്രണ്ടിനെ എങ്ങനെ കംഫോർട്ടബിൾ ആക്കണം എന്നതിനെപ്പറ്റി കുറച്ച് ടിപ്സൊക്കെ ആൻഡ്രു അവന് പറഞ്ഞുകൊടുത്തു. വൈകാതെ ആൻഡ്രു വീണ്ടും തന്റെ ഗേൾഫ്രണ്ടിന്റെയും ഗേൾഫ്രണ്ട് പ്രേമിക്കുന്നു എന്നവൻ തെറ്റിദ്ധരിക്കുന്ന വ്യക്തിയുടെയും ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അതോടെ അവന് വല്ലാത്തൊരു വാശി കയറി. അവള് കൂടെ നടക്കുന്ന ആ പയ്യനെ പോലെ നല്ല മസിൽ ബോഡിയൊക്കെ ഉണ്ടാക്കണം എന്ന തരത്തിൽ അവൻ വർക്കൗട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും അത് വെച്ച് അവളെ കളിയാക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അത് തന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ലെന്ന് കണ്ട് അവൻ അത് വിട്ടു. അങ്ങനെ ഇരിക്കുകയായിരുന്നു അവനൊരു ജോബ് ഇന്റർവ്യൂവിന് പോയത്.
എങ്ങനെയെങ്കിലും ആ ജോലി കിട്ടാൻ തന്റെ അച്ഛന് ALS എന്ന അസുഖമുണ്ട് എന്നൊക്കെ അവൻ തട്ടിവിട്ടു. പക്ഷെ അത് അത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല. വൈകാതെ ആൻഡ്രുവിന് മറ്റൊരു പാർട്ടി അവസരം വന്നിരുന്നു. ആൻഡ്രു പാർട്ടിയിൽ പങ്കെടുത്തു. അത് ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ അവിടെ വെച്ച് വീണ്ടും ഡൊമിനോയെയും ലോലയെയും ആൻഡ്രു നേരിട്ട് കാണുകയാണ്. ഇത്തവണ ഡൊമിനോയ്ക്കൊപ്പം ഡൊമിനോയുടെ ഫിയാൻസി ജോസഫും ഉണ്ടായിരുന്നു. അന്നത്തെ രാത്രിയിൽ ഡൊമിനോ കഷ്ടപ്പെട്ടപ്പോ ആൻഡ്രു അവളെ സഹായിച്ചല്ലോ. അതിന് ജോസഫ് വിവരങ്ങളൊക്കെ അറിഞ്ഞ ആൻഡ്രുവിനോട് നന്ദി അറിയിച്ചു. അന്നത്തെ പാർട്ടി കഴിഞ്ഞപ്പോ ഡൊമിനോ ആൻഡ്രുവിനോട് സംസാരിച്ചു. ഒഫീഷ്യലായി ലോലയുടെ ബേബി സിറ്ററായി ആൻഡ്രുവിനെ നിയമിക്കാൻ ഡൊമിനോ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ആൻഡ്രു ലോലയുടെ ബേബി സിറ്ററായി ജോലി നോക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും ഡൊമിനോ ചെയ്തു കൊടുത്തിരുന്ന പുറത്തു ചോറിനുകൊണ്ട് അവളെ ഉറക്കുന്ന ആ രീതിയുണ്ടല്ലോ, അത് ചെയ്യാൻ ലോല ആൻഡ്രുവിനെ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നൈറ്റ് ഔട്ട് ഒക്കെ കഴിഞ്ഞ് ഡൊമിനോ തിരികെ വീട്ടിലെത്തി. ഇന്നത്തെ നൈറ്റ് ഔട്ടിംഗ് അത്ര നന്നായി പോയില്ലെന്നും താനൊരു മോശം വ്യക്തിയാണെന്ന് തോന്നുന്നു എന്ന തരത്തിലൊക്കെ ഡൊമിനോ അന്ന് ആൻഡ്രുവിനോട് സംസാരിക്കുകയാണ്. തനിക്ക് വിഷാദരോഗം ഉണ്ടായിരുന്നെന്നും ലോല ജനിക്കുന്നതിന് മുമ്പേ അതുണ്ടായിരുന്നതാണെന്നും ഡൊമിനോ ആൻഡ്രുവിനോട് പറഞ്ഞു. ലോലയെ വളർത്തിയപ്പോഴാണ് താൻ മെന്റലി ഓക്കെ ആയതെന്നും തന്റെ ബുദ്ധിമുട്ടുകൾ പലതും മാറിയത് എന്നും ഡൊമിനോ അന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആൻഡ്രു ഡൊമിനോയോട് അവളെ ആശ്വസിപ്പിച്ച് കുറെ സംസാരിച്ചു. അവൾക്ക് മെന്റൽ ഹെൽപ്പും വാഗ്ദാനം ചെയ്തു. അന്നങ്ങനെ സംസാരിച്ച് സോഫയിൽ കിടന്ന് ഡൊമിനോ ഉറങ്ങിപ്പോയിരുന്നു. അവളെ ഒരു പുതപ്പ് കൊണ്ട് മൂടി നെറ്റിയിൽ ഒരു സ്നേഹചുംബനവും സമ്മാനിച്ചായിരുന്നു ആൻഡ്രു അന്ന് അവിടെ നിന്ന് പോകുന്നത്. ആൻഡ്രു അന്ന് തിരികെ വീട്ടിലെത്തിയപ്പോ അവന്റെ അമ്മ ലിസ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവനെ ബാഴ്സലോണയിൽ പോകുന്നതിന് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലിസ അവൻ ഓഫർ ചെയ്തു. പക്ഷെ അപ്പോഴാണ് മായ തന്നെ ചതിക്കുകയായിരുന്നു. അവൾക്കിപ്പോ അവിടെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ ആൻഡ്രു ലിസയോട് പങ്കുവെക്കുന്നത്. മുൻകൂട്ടി അവന്റെ അമ്മ ഗേൾഫ്രണ്ടിനെ മാത്രം നമ്പി ബാഴ്സലോണയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നതാണല്ലോ. അമ്മയുടെ ദീർഘവീക്ഷണവും മറ്റും അവന് ഭയങ്കര അതിശയകരമായി തോന്നിയിരുന്നു. വീണ്ടും ആൻഡ്രുവിന് ഒരു പാർട്ടി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. ആൻഡ്രു അതിന് പോയി. അന്ന് ആ പാർട്ടിയിൽ ഡൊമിനോയും ജോസഫും ലോലയും വന്നിരുന്നു. അന്ന് രാത്രി ലോലയ്ക്ക് ബേബി സിറ്റ് ചെയ്യാമോ എന്ന് ജോസഫ് ആൻഡ്രുവിനോട് ചോദിച്ചു. ആൻഡ്രുവും സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ രാത്രി വീട്ടിൽ ആൻഡ്രു ലോലയ്ക്കൊപ്പം ഇരിക്കുകയാണ്. അന്നൊരുപാട് സോഷ്യലൈസ് ചെയ്തതുകൊണ്ട് താനേറെ എക്സോസ്റ്റഡ് ആണെന്നും തനിക്ക് റൂമിൽ തനിച്ചിരിക്കാനാ തോന്നുന്നത് എന്നും ലോല പറഞ്ഞു. ആൻഡ്രു അവളെ കംഫോർട്ടാക്കിക്കൊണ്ട് മറുപടി കൊടുത്തു. നിന്നെ കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു. മറ്റാരും ചുറ്റിലുമില്ലാതെ കംഫോർട്ടബിളായി ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുക എന്ത് നല്ല കാര്യമാ. എനിക്കും അത് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയത്ത് എന്തൊരു നല്ല അനുഭൂതിയായിരിക്കും അത്. അന്ന് ലോല ബെഡ്റൂമിൽ പോയി കിടന്നു. പക്ഷേ അന്ന് ആദ്യമായി അവൾ മനസ്സുമാറി ആൻഡ്രുവിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അമ്മ പുറം മാന്തി തരുന്ന പോലെ ഉറങ്ങുവാൻ, തന്റെ പുറത്ത് മാന്തി കൊടുക്കുവാൻ അവൾ ആവശ്യപ്പെട്ടു. ഒരു തലോടൽ എന്ന പോലെ അവൾ പറഞ്ഞ രീതിയിൽ ആൻഡ്രു അവളുടെ പുറത്ത് ചെറുതായി മാന്തി കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ ലോല ഉറക്കത്തിലേക്ക് വഴുതി വീണു. അന്ന് കുറെ കഴിഞ്ഞ് ജോസഫും ഡൊമിനോയും തിരികെ എത്തുകയാണ്. പക്ഷെ അവർ തമ്മിൽ വഴക്കടിച്ച പോലായിരുന്നു വന്നിരുന്നത്. കുറച്ച് ടെൻഷൻ നിറഞ്ഞ അറ്റ്മോസ്ഫിയർ ആണ്. ആൻഡ്രു അത് നോക്കിക്കണ്ടു. എന്താ പ്രശ്നമെന്നവൻ ചോദിച്ചപ്പോ അവനെ പറ്റിയായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതെന്നും വേറെ പ്രശ്നമൊന്നുമില്ലെന്നും നീ പൊക്കോളൂ എന്നും ജോസഫ് പറഞ്ഞു. അങ്ങനെ ആൻഡ്രു അവിടെ നിന്ന് പോരുകയാണ്. അടുത്ത ദിവസം യാദൃച്ഛികമായൊന്ന് ആൻഡ്രുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആൻഡ്രു മുമ്പ് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയിരുന്നല്ലോ. ആ ജോലി ആൻഡ്രുവിന് കിട്ടി. സന്തോഷത്തോടെ അവൻ ആ ജോലി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ലോലയ്ക്ക് ബേബി സിറ്റ് ചെയ്യാൻ അവൻ പോയില്ല. മറിച്ചവൻ അന്ന് മേസിക്കൊപ്പം ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ പോയി. പക്ഷെ പാർട്ടിക്കിടയിൽ ആൻഡ്രു അവിടെ എത്തിയ ഡൊമിനോയെ കാണുകയാണ്. ഡൊമിനോയും പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മുമ്പ് ചാറ്റ് ചെയ്തപ്പോൾ താനൊരു ഫ്രണ്ടിനൊപ്പം ഒരു തിയേറ്റർ ഷോയിലായിരിക്കും എന്നായിരുന്നു ഡൊമിനോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ദാ അവനുള്ള അതേ പാർട്ടിയിൽ അവളും വന്നിരിക്കുന്നു. ഡൊമിനോയോട് അവൻ അപ്സെറ്റ് ഒന്നുമായില്ല. എന്തിനാണ് അങ്ങനെ അപ്സെറ്റ് ആയിട്ട്? അവരിരുവരും ഒന്നിച്ച് അന്ന് അവിടുത്തെ ഡാൻസ് ഫ്ലോറിൽ അടിപൊളിയായി അങ്ങ് ഡാൻസ് ചെയ്തു. പിന്നീട് ഇരുവരും പുറത്തിറങ്ങി അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം ആൻഡ്രു ചോദിച്ചു, ജോസഫിനോട് നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ അയാളെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അങ്ങനൊന്നുമല്ല, കല്യാണം കഴിച്ചാലേ മുതിർന്ന ആളുകളായി ഇവിടുത്തെ ആളുകളൊക്കെ പരിഗണിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാ പ്രധാനമായിട്ടും ഈ വിവാഹത്തിലേക്കൊക്കെ പോകുന്നത്. സംസാരിച്ച് അവർ ഡൊമിനോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. ഡൊമിനോ വീണ്ടും പറഞ്ഞു, ലോലയുടെ അച്ഛനുമായി ഞാൻ മുമ്പ് വിവാഹം കഴിച്ചിരുന്നതാ. പക്ഷെ അയാൾ ഞങ്ങളെ ഇട്ടിട്ട് പോയി. ലോലയെപ്പോലൊരു കൊച്ചിനെ എങ്ങനെ വളർത്തണമെന്നും മറ്റും അയാൾക്ക് അറിവുണ്ടായിരുന്നില്ല. അയാൾക്ക് എല്ലാത്തിനോടും പേടിയായിരുന്നു. അയാള് ഞങ്ങളെ വിട്ടൊളിച്ചോടി. പിന്നാലെ ഡൊമിനോ പറഞ്ഞു,
പറഞ്ഞു, എല്ലാത്തിനും നീ ചെയ്തു തന്ന സഹായത്തിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ നന്നായി നീ മനസ്സിലാക്കി, പ്രത്യേകിച്ചും ലോലയെ. പക്ഷേ ഇനിയും നീ അവളെ ബേബി സിറ്റ് ചെയ്ത് നിന്റെ ഈ ചെറുപ്പം അങ്ങനെ അങ്ങ് നശിപ്പിച്ചു കളയണ്ട. നിന്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്ക്, നിന്റെ യുവത്വം സന്തോഷത്തോടെ ജീവിച്ചു തീർക്ക്. കൺഫ്യൂഷനോടെ ആൻഡ്രു പറഞ്ഞു, നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കാനാണോ അതോ അകറ്റി നിർത്താനാണോ ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നേയില്ല. ഡൊമിനോ അതിന് മറുപടി കൊടുത്തത് ഒരു ചുംബനത്തിലൂടെയായിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ജോസഫ് വരുന്ന ശബ്ദം കേട്ടു. അതോടെ ആൻഡ്രുവിന് ആ വീടിന്റെ പിൻവാതിൽ വഴി അന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. അന്ന് വീട്ടിലെത്തിക്കിടന്ന ആൻഡ്രുവിനടുക്കൽ സഹോദരൻ ഡേവിഡ് നാളെ താൻ തന്റെ ഗേൾഫ്രണ്ടിനെ ചുംബിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ട ടിപ്സ് തരാമോ എന്ന് ചോദിച്ചു. ആൻഡ്രു ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ കൊണ്ട് ആകെ വല്ലായ്മയിലായിരുന്നു. അതുകൊണ്ട് ഡേവിഡിനോടും അവൻ കുറച്ച് കയർത്ത് സംസാരിച്ചു. ഡേവിഡും അന്ന് മുഖം തിരിച്ചു കിടന്നുറങ്ങി. വൈകാതെ അടുത്തൊരു പാർട്ടി കൂടി വന്നിരുന്നു. ആൻഡ്രു ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് ജോസഫും ലോലയും വന്നു. ഡൊമിനോ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഡൊമിനോ ഇവിടെ ആൻഡ്രു ജോസഫിനോട് തിരക്കി. അവൾക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിലായിരുന്നു ജോസഫിന്റെ മറുപടി. ആൻഡ്രുവിന് അതത്ര ശരിയായി തോന്നിയില്ല. ജോസഫും ഡൊമിനോയും ഒന്നിക്കുന്നത് എന്തുകൊണ്ടോ ശരിയല്ല, അവർ തമ്മിൽ ചേരില്ല എന്നൊക്കെ ആൻഡ്രുവിന് തോന്നിയിരുന്നു. ആൻഡ്രു അന്ന് ഒരുപാട് മദ്യപിച്ചു. അവന്റെ സ്റ്റെപ്പ് ഫാദർ ഗ്രെഗ് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേഷ്യത്തിലായിരുന്ന ആൻഡ്രു സ്റ്റെപ്പ് ഫാദറെ അപമാനിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചത്. അത് കേട്ട് വന്ന അവന്റെ അമ്മ ലിസ ആൻഡ്രുവിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും അവൻ എന്താണെന്നും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നാലെയാണ് ഡേവിഡ് ചേട്ടന്റെ അടുത്ത് എത്തുന്നത്. താൻ തന്റെ ഗേൾഫ്രണ്ടിനെ ചുംബിക്കാൻ വേണ്ടി പോവുകയാണെന്നും എന്താ പറയാനുള്ളത് എന്നും അവൻ ചോദിച്ചു. ആൻഡ്രു ആകട്ടെ അവന് വേണ്ട ധൈര്യം പകർന്നു. നിന്റെ മനസ്സ് പറയുന്ന പോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് തന്റെ ഗേൾഫ്രണ്ട് മാർഗരറ്റിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡേവിഡ് കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. അവരെങ്ങനെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു നിൽക്കുമ്പോ ഡേവിഡ് ഒരു കാഴ്ച കണ്ടു. ലോലയുടെ കയ്യിൽ നിന്ന് അവളുടെ റൂബിക്സ് ക്യൂബ് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന് ഒരു പയ്യൻ അവളെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡേവിഡ് അവനെ തടയാൻ ചെന്നപ്പോ അവര് തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതങ്ങനെ മെയിൻ പാർട്ടി റൂമിലേക്ക് എത്തി. ഡേവിഡും ആ പയ്യനും ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആൻഡ്രു എത്തി അവരെ പിടിച്ചുമാറ്റാൻ നോക്കി. ഈ സമയം ഫൈറ്റ് ചെയ്ത് പയ്യന്മാരുടെ അച്ഛന്മാർ കൂടി കടന്നു വന്നതോടെ മൊത്തത്തിലൊരു തമ്മിത്തല്ലായി അവിടെ മാറുകയാണ്. എന്തായാലും അന്നത്തെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഫാമിലി ഒന്നടങ്കം വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ആൻഡ്രുവിന് മൊത്തത്തിൽ ഒക്കെ ഒരു തമാശ പോലായിരുന്നു തോന്നിയത്. പോരാത്തതിന് അമ്മയെ തല്ലാൻ വന്നപ്പോ രണ്ടാനച്ഛൻ ഗ്രെഗ് അവനിട്ട് നല്ലൊരു പഞ്ചു കൊടുത്തിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ഗ്രെഗ് അത് ചെയ്തതിൽ ആൻഡ്രു ഒരുപാട് സന്തോഷം കണ്ടെത്തി. അതിന്റെ പേരിൽ ഗ്രെഗിനെ അഭിനന്ദിക്കുകയും ചെയ്തു. നേരത്തെ ഫൈറ്റ് കൂടിയതാണെങ്കിലും ആൻഡ്രുവിന്റെ ആ തുറന്നു പറച്ചിലൊക്കെ ഗ്രെഗിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോ ഡേവിഡിന്റെ ആദ്യ ചുംബനം നടക്കാതെ പോയതിന് ആൻഡ്രു ഡേവിഡിനോട് ക്ഷമ ചോദിച്ചു. ഇത്രനാളും എങ്ങനെ ആ ഗേളിനെ കംഫർട്ടബിൾ ആക്കാം എന്നതിനെ പറ്റി മാത്രമേ ആൻഡ്രു ഡേവിഡിനോട് പറഞ്ഞുകൊടുത്തിരുന്നുള്ളൂ. ഡേവിഡിന് മനസ്സുകൊണ്ട് പൂർണ്ണമായി ചുംബിക്കണമെന്നുണ്ടോ അതോ സോഷ്യൽ പ്രഷർ കാരണം അങ്ങനെ തോന്നുന്നതാണോ എന്ന കാര്യമൊക്കെ ആൻഡ്രു മാറ്റി നിർത്തിയിരുന്നു. ഇത്തവണ അതിനെപ്പറ്റി കൂടി ആൻഡ്രു അവന് പറഞ്ഞുകൊടുത്തു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ ഒത്തുതീർപ്പാക്കിയ ശേഷം ആൻഡ്രു നേരെ ഡൊമിനോയെ കാണാൻ പോയി. ഇത്തവണ മനസ്സിലുള്ളത് തുറന്നു പറയാൻ തന്നെയായിരുന്നു ആൻഡ്രുവിന്റെ തീരുമാനം. ഡൊമിനോയോട് ആൻഡ്രുവിന് ഒരു പ്രണയം തോന്നിയിരുന്നു. ആൻഡ്രു അത് തുറന്നു പറഞ്ഞു. ജോസഫിനെ വിവാഹം ചെയ്യരുത്, അത് ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവൾ ഡൊമിനോയെ അറിയിച്ചു. ഡൊമിനോ പറഞ്ഞു, ഞാൻ ശരിക്കും ജോസഫിനെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടാ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. നിനക്കത് തോന്നുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അത് എന്റെ മുൻ മാരേജ് ഒഴിവായതിന്റെ ഒരു പേടി എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാവാം. പക്ഷെ അവർക്ക് തുടർന്ന് സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പേ ജോസഫ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ആൻഡ്രു പിന്നാലെ വേഗത്തിൽ തന്റെ കാറെടുത്ത് അവിടെ നിന്ന് പോവാൻ നോക്കി. ഈ സമയം ജോസഫ് ആൻഡ്രുവിന്റെ അടുത്തേക്ക് വന്നു. പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിരുന്നില്ല ജോസഫ് വന്നത്. ആൻഡ്രുവിന് ഡൊമിനോയോടുള്ള അഫക്ഷനും മറ്റും ജോസഫിന് മനസ്സിലായിരുന്നു. ജോസഫ് ആൻഡ്രുവിനോട് പറഞ്ഞു, എന്റെ ഫാമിലിയോട് നീ കാണിച്ച കെയറിനൊക്കെ നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. യുവത്വത്തിൽ ഇത്തരത്തിലൊക്കെ എല്ലാ പയ്യന്മാർക്കും തോന്നും. ഇതൊക്കെ അങ്ങനെയേ ഞാൻ നോക്കിക്കാണുന്നുള്ളൂ. നന്നായി നീ ജീവിക്കാൻ നോക്ക്. ആൻഡ്രു വന്ന് അവിടെ നിന്ന് പോരുമ്പോൾ അവൻ വല്ലാതെ ദുഃഖിച്ചിരുന്നു. മനസ്സ് തകർന്നിരുന്നു. കുട്ടിക്കാലത്തൊരിക്കൽ അവന്റെ മനസ്സ് തകർന്ന പോലെ. പ്രായം കൂടിയൊരു പെൺകുട്ടിയായിരുന്നല്ലോ അന്നവൻ ഡേറ്റിന് പുറത്തേക്ക് ക്ഷണിച്ചത്. ഇന്നിപ്പോൾ 10 വയസ്സ് കൂടിയ ഡൊമിനോയുടെ അടുത്തു നിന്നും അത്തരത്തിലൊരു റിജക്ഷൻ ആൻഡ്രുവിന് നേരിടേണ്ടി വരുന്നു. വൈകാതെ ആൻഡ്രു തന്റെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു. ആ ജോലി പ്രകാരം അവന് ചെയ്യാനുണ്ടായിരുന്നത് അവൻ ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു, ആളുകളെ സഹായിക്കുക എന്ന ജോലി. ആൻഡ്രു ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി.
ഒരു ദിവസം ആൻഡ്രു അമ്മയ്ക്കടുത്തെത്തി പറഞ്ഞു, അമ്മ, എന്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് പണമായി. എനിക്ക് വേണമെങ്കിൽ ബാഴ്സലോണയിലേക്ക് പോകാം. പക്ഷേ ഞാൻ പോകുന്നില്ല. എന്റെ ഈ ജീവിതവും ഇപ്പോഴത്തെ ജോലിയും ഗ്രെഗിനെയും കുടുംബത്തിനൊപ്പമുള്ള ജീവിതവും ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നു. തന്റെ മകന്റെ മാനസിക വളർച്ചയിൽ, അവന്റെ മെച്യൂരിറ്റിയിൽ ലിസയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് ഒരു ദിവസം ഡേവിഡിന്റെ സ്കൂളിലേക്ക് ആൻഡ്രുവിന് പോകണമായിരുന്നു. പോകുന്ന വഴിക്ക് അവിടെ വെച്ച് വീണ്ടും ആൻഡ്രു ഡൊമിനോയെ കണ്ടു. ഇത്തവണ അവർ പാതി വഴിക്ക് നിർത്തിയ സംസാരം അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. ആൻഡ്രുവിനൊപ്പം അവൾ കംഫോർട്ടബിൾ ആണെങ്കിലും തന്റെ ബാക്കി ജീവിതം ലോലയ്ക്കും ജോസഫിനുമൊപ്പമായിരിക്കും എന്ന് അവൾ പറഞ്ഞു. ആൻഡ്രു ചെറുപ്പമാണെന്നും നിനക്ക് എന്തായി തീരണമെന്ന് ഇനിയും നിനക്ക് തീരുമാനിക്കാൻ പറ്റും എന്നും ഡൊമിനോ അവനെ ഉപദേശിച്ചു. ഡൊമിനോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആൻഡ്രുവിന് വ്യക്തമായിരുന്നു. ആൻഡ്രു ഡൊമിനോയെ ഹഗ് ചെയ്തു. അവസാനമായി അവളോട് ഗുഡ് ബൈ പറഞ്ഞു. ജോസഫിനും ലോലയ്ക്കുമൊപ്പം അവൾ വൈകാതെ ചിക്കാഗോയിലേക്ക് പോകുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഡൊമിനോയും ലോലയും അന്ന് പോകുന്നത് നോക്കി നിന്ന് ആൻഡ്രു വേദനിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ജീവിതത്തിൽ ചിലരെയെങ്കിലും ആത്മാർത്ഥമായി, പലപ്പോഴും അറിയാതെയെങ്കിലും ചിലർ സ്നേഹിച്ചു പോവാറുണ്ട്. ഒടുവിൽ പിരിയുമ്പോൾ വേദനകൾ കണ്ണുനീരായി ഒഴുകി അവരവരെ തന്നെ ആശ്വസിപ്പിക്കും. അന്ന് തിരികെ പോകുമ്പോൾ ഡേവിഡ് ആൻഡ്രുവിനോട് സംസാരിച്ചു. തന്റെ ആദ്യ ചുംബനം നടന്നെന്നും മാർഗരറ്റിനെ താൻ ചുംബിച്ചെന്നും താൻ തന്റെ മനസ്സ് പറഞ്ഞത് കേട്ടെന്നും ഡേവിഡ് ആൻഡ്രുവിനോട് പറഞ്ഞു. ആൻഡ്രു മൂവ് ഔട്ട് ചെയ്ത് അതേ നഗരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വിവരം മനസ്സിലാക്കിയ ഡേവിഡിന് വല്ലാതെ ദുഃഖം വന്നു. തന്റെ ചേട്ടനെ ചേർത്തു പിടിച്ച് അവനന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നീട് 6 മാസക്കാലം കഴിഞ്ഞ് ഡൊമിനോയും ജോസഫും വിവാഹിതരായി. തന്റെ യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ ആൻഡ്രു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തിരിച്ചറിവുകളിലൂടെ അവൻ മുമ്പോട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വിവാഹം നടക്കുമ്പോൾ ആൻഡ്രു മറ്റൊരിടത്ത് ഒരു പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. ജീവിതം ആൻഡ്രുവിനെ പുതിയ വഴികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിവുകളുടെ ലോകം അവന്റെ മുമ്പിൽ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആദർശങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.